കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ ഇന്നറെല്ലാം ജിൻഡോടെ എടുത്തു കാണിച്ചു. അങ്ങനെ ഇന്നലെ അർദ്ധരാത്രിയിൽ ജാസ്മിനും ഗബ്രിയും ശ്രീരേഖയും സംസാരിച്ചിരിക്കുമ്പോൾ ജാൻമണി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ജാസ്മിനോട് പറയുന്നു, ജിൻഡോ ചേട്ടൻ നിന്റെ ഇന്നർ പുറത്ത് കാണിച്ചത് ശരിയായില്ല. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, അയാൾ എന്റെ ഇന്നർ എടുത്ത് കാണിച്ചതിൽ എനിക്കൊരു തേങ്ങയുമില്ല. കാരണം ഞാൻ ഡെയിലി ഇതിന്റെ എല്ലാം റിവ്യൂ ചെയ്യുന്ന ആളാണ്. ബട്ട് അയാൾ കാണിച്ച രീതിയാണ് എനിക്ക് പിടിക്കാത്തത്. അതും ഏത് സിറ്റുവേഷൻ, എന്റെ വേറെ കുറെ ഡ്രസ്സെല്ലാം അവിടെ കിടപ്പുണ്ടായിട്ടും അതിനെക്കുറിച്ച് അയാളൊന്നും പറയാതെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇന്നറിന്റെ വിഷയം അയാൾ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് എടുത്തു പൊക്കി പറയേണ്ടില്ലായിരുന്നു. അപ്പോൾ ജാൻമണി പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് ശരിയാണ്. ഇനിയിപ്പോ നമ്മൾ അച്ഛൻ അത് എടുത്തു കാണിച്ചാൽ പോലും അത് ശരിയല്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതാണ് ആണുങ്ങളുടെ സ്വഭാവം എന്നെല്ലാം അങ്ങനെ ജാൻമണിയോട് പറയുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, അത് ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ വിഷയം അയാൾ പറഞ്ഞത് 3 ദിവസം കൂടുമ്പോൾ കുളിക്കുന്നവളുടെ ഇന്നറൊന്നും പുറത്തിടാൻ പറ്റില്ല പോലും. അതെന്താണ് സംഭവം? ഞാൻ പിന്നെ എന്റെ ഇന്നറെല്ലാം തലയിൽ ചുമന്ന് നടക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ പൊട്ടിത്തെറിക്കുന്നു. ജാൻമണി എല്ലാം പറയുന്നുണ്ട്, അതൊക്കെ വിട്, അയാൾ എന്തായാലും ചെയ്തത് ശരിയായില്ലെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാൻമണി അവിടുന്ന് പോവാണ്. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ഗബ്രി പറയുന്നുണ്ട്, ഈ ജിൻഡോ അയാളുടെ ഗെയിം പ്ലാൻ എന്തെന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാവരെയും അടിച്ച് വിരിപ്പിച്ച് കപ്പ അയാൾക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകണം. ഫോർ എക്സാമ്പിൾ, ജാസ്മിൻ ഇപ്പോൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവളെ അടുത്ത് പോയിട്ട് ആരൊക്കെ കുറ്റമെല്ലാം പറഞ്ഞ് തെറ്റിപ്പിക്കാൻ പറ്റുമോ അത്രയും ആളായിട്ട് അയാൾ അവളെ കൊണ്ട് അടി ഉണ്ടാക്കിപ്പിക്കും. അതാണ് അയാളുടെ സ്വഭാവം. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഇന്ന് എന്തായാലും അയാളുടെ സ്വഭാവം പുറത്തു വന്നു. അതുകൊണ്ട് അയാൾ ഈ ആഴ്ച നോമിനേഷനിലെല്ലാം വന്നാൽ അയാൾ എന്തായാലും പുറത്താകുമെന്നെല്ലാം ഗബ്രിയുടെ അടുത്ത് പറയുന്ന ജാസ്മിനെയാണ് ലൈവിൽ കാണിക്കുന്നത്. ജാസ്മിന്റെയും ഗബ്രിയുടെയും വിചാരം ഇവരുടെ കോംബോ എല്ലാം പുറത്ത് ലവ് സോങ് എല്ലാം ഇട്ട് ഓടുകയാണെന്നാണ്. എന്നാൽ ജിൻഡോ തന്റെ നിലപാടുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ ജിൻഡോയുടെ പുറത്തുള്ള സപ്പോർട്ടൊന്നും അവർ അറിയുന്നില്ല. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.